ടു സൈലം ലേണിംഗ് മക്കളെ, റിമ മിസ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എന്ത് മക്കളെ, തൊഴിൽ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്സ് എന്ന് പറയുന്നത്. അതില് മക്കളെ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് മിസ് പറയാൻ പോകുന്നത്. എന്താണ് ഈ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഫാമിലി ഇൻകം? ഇത് രണ്ടും മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്കറിയാം പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിസ്സിന് ഓൾറെഡി എന്താണ്, മിസ്സിന്റെ വീട്ടിൽ നല്ല കൃഷി, മിസ് നല്ലതായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി കൂടാതെ എന്താണ് മിസ്സിന് വേറെ വഴി കൂടെ മിസ്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ മിസ് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലെന്താ മാസം എന്താണ് എനിക്ക് പലിശ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് സ്രോതസ്സുകളിൽ നിന്ന്, ഇപ്പൊ എനിക്ക് എന്റെ കൃഷിയിൽ നിന്ന് മാത്രമല്ല എനിക്ക് വേറെ മാർഗങ്ങളിൽ നിന്ന് പൈസ കിട്ടാണെന്ന് വെച്ചോ. അപ്പോ എനിക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ എൻ്റെ കയ്യിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാവും. അതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് കൃഷിയിൽ നിന്ന് മാത്രമല്ല, ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്നൊരു പലിശ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, അവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരുപാട് സ്രോതസ്സുകളിൽ നിന്നാണ് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് സോഴ്സസിൽ നിന്ന് പൈസ കിട്ടുന്നു അല്ലെ, ആ ഒരു വരുമാനത്തെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ? ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ എന്റെ ഫാമിലിയിൽ നിങ്ങൾ 4 പേരുണ്ടെന്ന് വെച്ചോ. ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് സിസ്റ്റർ, ഇത് പിന്നെ ഞാൻ. അപ്പൊ എന്റെ അച്ഛന് ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ഒരു സർട്ടൈൻ പീരീഡിൽ കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവും. അമ്മയ്ക്ക്, എന്റെ സിസ്റ്റർക്ക് കേട്ടോ, ഇവർക്ക് 4 പേർക്ക് അല്ലെ, എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു നിശ്ചിത കാലയളവിൽ കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഫാമിലി ഇൻകം ഈസ് എ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഡ്യൂറിങ് എ സർട്ടൈൻ പീരീഡ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാമിലി ഇൻകം എന്ന് പറയുന്നത് അല്ലെ. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു നിശ്ചിത കാലയളവിൽ കയ്യിലെത്തുന്ന ആ ഒരു വരുമാനത്തെയാണ് ഫാമിലി ഇൻകം എന്ന് വിളിക്കുന്നത്. ഇത് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.